ഖദീജ. ഈയൊരു നാമം തന്നെ വിശ്വാസികളുടെ ഹൃദയത്തിലെ പ്രണയത്തിൻ്റെ പ്രതീകമാണ്. കാരണം റസൂല് ദീനിനെ പറ്റി പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കാതിരുന്നപ്പോൾ ആദ്യം വിശ്വസിച്ചത് ഖദീജയാണ്. റസൂലിൻ്റെ മനസ്സ് തളർന്നപ്പോൾ അള്ളാഹു അങ്ങയെ കൈവിടൂലെന്ന് പറഞ്ഞ് മനസ്സിന് കരുത്ത് നൽകിയ ഖദീജ. ഖദീജയുടെ സമ്പത്ത് കൊണ്ട് അന്നത്തെ മക്ക വരെ സ്വന്തമാക്കാൻ കഴിയും. പക്ഷേ എല്ലാം റസൂലുള്ളാഹിക്ക് വേണ്ടി ദീനിലേക്ക് ചിലവാക്കി. റസൂലുള്ളാഹിൻ്റെ കൂടെ മുസ്ലിമായവർക്ക് ഖുറൈശികൾ വിലക്കേർപ്പെടുത്തിയിട്ട് മലഞ്ചെരുവിലേക്കാക്കി. ആരും ഭക്ഷണവും സാധനവും ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോഴും ഖദീജ ബീവിക്ക് റസൂലുള്ളാഹിൻ്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹം. പക്ഷേ ബനു ഹാഷിമിനെയാണ് അവർ വിലക്കിയത്. ഖദീജ ഉമ്മ ബനു സഅദ് ഗോത്രമാണ്. പിന്നെ ഖദീജ ബീവിക്ക് കിട്ടുന്ന ഭക്ഷണം മുഴുവനും അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ മെലിഞ്ഞൊട്ടിയ ശരീരവുമായി നടക്കുമ്പോൾ ഖുറൈശിൽപ്പെട്ട ഒരാൾ ചോദിക്കുന്നുണ്ട്, മുഹമ്മദിന് വേണ്ടി ചിലവാക്കിയിട്ടാണല്ലോ ഇങ്ങനെ ആയത്. ഖദീജ ഉമ്മ പറഞ്ഞതെന്താണെന്നറിയോ? എൻ്റെ റസൂലിന് സമ്മതമാണെങ്കിൽ എൻ്റെ തൊലി കൊണ്ട് റസൂലിന് ഞാൻ ചെരുപ്പുണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്ന്. സത്യത്തിൽ ഒരാൾക്ക് എങ്ങനെയാണ് ഇതുപോലെ പ്രണയിക്കാൻ കഴിയുക? ഈ പ്രണയത്തെ മറികടക്കാൻ ഇനിയൊരു പ്രണയം ഈ ലോകത്തുണ്ടാവില്ല. അതാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ.